നമസ്കാരം. കലികാലത്തിൽ ദുരിതങ്ങൾ അകലാൻ സത്യനാരായണ വ്രതം. സത്യനാരായണ വ്രതം എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ അറുതി വരുത്താനും ശാന്തത വരുത്താനും സാധിക്കും. ദ്വാപര യുഗാന്ത്യകാലത്ത് ശൗനകാദി മുനിമാർ നൈമിഷാരണ്യത്തിൽ വെച്ച് വരാനിരിക്കുന്ന കലിയുഗ ദോഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇക്കാലത്തുണ്ടായേക്കാവുന്ന അനർത്ഥങ്ങളിൽ നിന്ന് അത്യാപത്തുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് ആരായുകയുന്ന സമയത്ത് അവർക്ക് വിജയം ചെയ്ത വ്യാസശിഷ്യനായ സൂത മഹർഷിയാണ് സത്യനാരായണ വ്രതത്തിന്റെ മഹത്വത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തത്. അത് തന്നെ കലിയുഗത്തിൽ നമുക്ക് ഒരു വ്രതമായിട്ട് ആചരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ദുരിതങ്ങളും ഒരു പരിധിവരെ കലിയുഗത്തിലെ ദുരിതങ്ങളെ നമുക്ക് തടുത്തി നിർത്താൻ സാധിക്കുമെന്നാണ് വിശ്വാസം. സകല വിധത്തിലുള്ള കലിദോഷങ്ങളെയും നിവാരണം ചെയ്ത് ഐശ്വര്യാഭിവൃദ്ധിയും ആയുരാരോഗ്യ ശാന്തിയും ശ്രേയസ്സും പ്രദാനം ചെയ്യുന്ന ഒന്നാണ് സത്യനാരായണ വ്രതം. സ്കന്ദപുരാണം മുതലായ പല ഗ്രന്ഥങ്ങളും ഈ വ്രതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഇതുപോലുള്ള ഭാരതത്തിലെ മിക്ക പ്രദേശങ്ങളിലും വൈശിഷ്ട്യമാർന്ന സത്യനാരായണ വ്രതം ആഘോഷപൂർവ്വം തന്നെ അവർ ആഘോഷിച്ചു വരുന്നു. കേരളത്തിന്റെ നാനാഭാഗങ്ങളിലും ഇപ്പോൾ ഈ വ്രതം വളരെയേറെ ആഘോഷപ്രദമായ രീതിയിലാണ് ആഘോഷിച്ചു വരുന്നത്. ഈ സത്യനാരായണ വ്രതം ആചരിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന കലഹങ്ങൾക്ക്, പല പ്രശ്നങ്ങൾക്ക്, പല ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ നമുക്ക് ഒരു അറുതി വരുത്താൻ സാധിക്കും. ഭഗവാൻ ശ്രീ മഹാവിഷ്ണു സത്യനാരായണ വ്രതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നാരദ മഹർഷിയോട് സ്വർഗത്തിലും ഭൂലോകത്തിലും അതീവ ദുർലഭവും പരമപവിത്രവുമായ പുണ്യവ്രതം വിധിയാമണ്ണം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിധിയാമണ്ണം ആചരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വ്രതം വിധിയാമണ്ണം അനുഷ്ഠിക്കുന്നവർക്ക് നാനാവിധത്തിലുള്ള സുഖങ്ങൾ അനുഭവിച്ച് അവസാനം പ്രാപ്തി ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് മാനസികവും ശാരീരികവുമായിട്ട് തപോശോകാദികൾ നശിക്കുകയും ധനധാന്യ സന്താന സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഈ സത്യനാരായണ വ്രതത്തിന്റെ പ്രത്യേകത. പ്രദോഷ സമയത്താണ് ഈ പുണ്യപ്രദമായ സത്യനാരായണ വ്രതം നമ്മൾ ആചരിക്കേണ്ടത്. ഈ സത്യനാരായണ വ്രതം ബന്ധുമിത്രാദികളോടുകൂടി ചേർന്നാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്, ഒറ്റയ്ക്കല്ല. ഈ വ്രതം സ്വന്തം ഗ്രഹത്തിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ നദിക്കരയിൽ വെച്ചോ അനുഷ്ഠിക്കാവുന്നതാണ്. ഈ പൂജയിൽ മധുരപലഹാരങ്ങളും കദളിപ്പഴവും മറ്റു ഫലങ്ങളും നെയ്യും തേനും ചേർത്ത ശർക്കര പായസം, കൽക്കണ്ടം ചേർത്ത പാൽ കാച്ചി ഭഗവാന് സമർപ്പിക്കേണ്ടതാണ്. പൂജയുടെ അവസാനത്തിൽ ബ്രാഹ്മണന് ദക്ഷിണയും വസ്ത്രദാനവും നിർബന്ധമാണ്. പൂജയിൽ സംബന്ധിക്കുന്ന സകല ഭക്തർക്കും ഭഗവത് പ്രസാദം പങ്കിട്ട് നൽകേണ്ടതാണ്. ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യാവുന്ന ഒരു വ്രതം കൂടിയാണ് ഇത്. ഇനിയില്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും കൂടി സത്യനാരായണ വ്രതം ആചരിക്കുന്നത് കൊണ്ട് കുടുംബകലഹങ്ങൾ മാറി ഐശ്വര്യ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതിമാർ സത്യനാരായണ വ്രതം മുടങ്ങാതെ മാസത്തിൽ ഒരു തവണ വീതം ഒരു വർഷം ആചരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് സന്താന യോഗം ഉണ്ടാകുന്നതാണ്.